നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ പോലീസ് വെടിയേറ്റ് പെർത്തിൽ നിന്നുള്ള 9 വയസ്സുകാരി ഹാനിയ അഹമ്മദ് കൊല്ലപ്പെട്ട ദാരുണമായ സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുവാൻ പാകിസ്ഥാൻ അധികൃതർ തീരുമാനിച്ചു. അവധിക്കാലം ആഘോഷിക്കുവാൻ കുടുംബത്തോടൊപ്പം പാകിസ്ഥാനിലെ ചാക്വാൽ എന്ന നഗരത്തിലുള്ള ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഹാനിയ. എന്നാൽ ഹാനിയയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം കവർച്ചക്കാരുടേതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോലീസ് വെടിയുതിർത്തിയത്. കുടുംബത്തിന് നേരെ വെടിയുതിർക്കുന്നതിന് മുമ്പ് അവരെ തിരിച്ചറിയുവാൻ ശ്രമിക്കാതിരുന്നതും വാഹനത്തിന്റെ ടയറുകളിലേക്ക് വെടിവെക്കുന്നതിന് പകരം ആളുകൾക്ക് നേരെ വെടിവെച്ചതും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് പാകിസ്ഥാൻ ക്രൈം കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. ഈ ദാരുണ സംഭവത്തിൽ പാക് അധികൃതർ ഔദ്യോഗികമായി മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണ റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയൻ ധനകാര്യ മേഖല ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുവാൻ സജ്ജരാകണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ ഇടപെടലുകളും സൈബർ ആക്രമണങ്ങളും വർദ്ധിച്ചുവരുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ രാജ്യം കൂടുതൽ അനിശ്ചിതാവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. സാങ്കേതികവിദ്യയും ധനകാര്യ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായി മാറുന്ന സാഹചര്യത്തിലാണ് RBA അസിസ്റ്റന്റ് ഗവർണർ ബ്രാഡ് ജോൺസി മുന്നറിയിപ്പ് നൽകിയത്. ആഗോള ഭൌമരാഷ്ട്രീയ തർക്കങ്ങൾ കാരണം അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരം അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളെ മറികടക്കുവാൻ ധനകാര്യ സ്ഥാപനങ്ങൾ കൃത്യമായ അടിയന്തര പ്ലാനുകളും മുൻകരുതലുകളും ഇപ്പോഴേ തയ്യാറാക്കേണ്ടതുണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ഭാവി സാഹചര്യങ്ങളെ നേരിടുവാൻ ഓസ്ട്രേലിയൻ ധനകാര്യ വ്യവസായത്തെ സഹായിക്കാൻ കൌൺസിൽ ഓഫ് ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് മുന്നോട്ട് വരണമെന്നും ബാങ്ക് ഉറപ്പു നൽകുന്നു. ക്ലബ് ഹാളിൽ വൺ നേഷൻ പാർട്ടി നേതാവ് പൌളിൻ ഹാൻസൺ പ്രസംഗിക്കുന്നതിനിടയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചു. നാഷണൽ പ്രസ് ക്ലബ് അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോലീസ് സംഘം പ്രസ് ക്ലബ് കെട്ടിടത്തിൽ എത്തി ഫോറൻസിക് പരിശോധനകൾ നടത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ക്ലബ് അധികൃതരുടെ അനുവാദമില്ലാതെ അകത്തു കയറിയ 2 വ്യക്തികൾ മാധ്യമങ്ങൾക്കായി ഒരുക്കിയിരുന്ന ലൈറ്റ് ബോക്സിന് മുന്നിൽ രഹസ്യമായ ഒരു ഡ്രോപ്പ് ഡൌൺ സ്ക്രീൻ സ്ഥാപിച്ചിരുന്നതായി പ്രസ് ക്ലബ് സ്ഥിരീകരിച്ചു. തുടർന്ന് പൌളിൻ ഹാൻസൺ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാളിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ സ്ക്രീനിൽ നിന്ന് പ്രതിഷേധ ബാനർ താഴേക്ക് വിടർത്തുകയായിരുന്നു. തികച്ചും ആസൂത്രിതമായി നടന്ന ഈ സുരക്ഷാ വീഴ്ചയെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. Thinking of buying property? Don't miss this. Join the Melbourne East Property Expo, June 27th at the Round, Nunawading, Victoria. Get free expert advice, meet 50-plus property professionals, and grab exclusive gift vouchers. Banks, builders, agents, all in one place. Every visitor is a winner. Register now. Link below. എവിടെ ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചക്കാരും സർക്കാരിനാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. സാധാരണക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതിനായി പുതിയ ഭവന നയ നിർദ്ദേശവുമായി വൺ നേഷൻ പാർട്ടി നേതാവ് പൌളിൻ ഹാൻസൺ 10 ലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ മൂല്യമുള്ള വീടുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ ചരക്ക് സേവന നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഹാൻസൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും ഭവന പ്രതിസന്ധിയും നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നിർദ്ദേശം. വൺ നേഷൻ പാർട്ടിയുടെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗമായിട്ടാണ് ഹാൻസൺ ഈ പദ്ധതി അവതരിപ്പിച്ചത്. ചൈനയുടെ ദ്രുതഗതിയിലുള്ള സൈനിക വളർച്ചയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വിക്ടോറിയയിൽ US മിലിറ്ററി സ്ഥിരമായ യുദ്ധസജ്ജ ആയുധശേഖരം ഒരുക്കുവാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം ചൈനീസ് മിസൈലുകളുടെയും പരിധിക്ക് പുറത്തുള്ള വിക്ടോറിയയുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്തുവാനാണ് US മറൈൻ കോർപ്സ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ കരാധിഷ്ഠിത ആയുധശേഖരം ഈ വർഷം ഫിലിപ്പീൻസിൽ സ്ഥാപിക്കുവാൻ US തയ്യാറെടുക്കുന്നതിനിടയിലാണ് അതിനേക്കാൾ വലിയൊരു സംഭരണശാല ഓസ്ട്രേലിയയിൽ സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി അത്യാധുനിക വെയർഹൌസുകളും ഓഫീസുകളും നിർമ്മിക്കുന്നതിനായി US നേവി $30 മില്യൺ അനുവദിച്ചതായും ഈ മാസം പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നു.
സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാംബ്രമാറ്റയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 2 കുരുന്നുകൾ കൊല്ലപ്പെട്ടു. 1 ഉം 5 വയസ്സുള്ള 2 കുട്ടികൾ ഒന്നിച്ച് ഒരു മാപ്പിൽ ഇരിക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട കാർ ഇവരുടെ മേൽ ഇടിച്ചു കയറിയത്. അപകടം നടന്ന ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടി കാർ വശത്തേക്ക് മറിച്ചിട്ടാണ് അടിയിൽപ്പെട്ട കുട്ടിയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ പാരാമെഡിക്കൽ സംഘം എത്തി കുട്ടികളെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. കുട്ടികളുടെ അമ്മയെ ചെറിയ പരിക്കുകളോടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്ന 56 വയസ്സുകാരനായ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിർബന്ധിത പരിശോധനകൾക്കായി മാറ്റുകയും ചെയ്തു. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന്റെ മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ് കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോർഎവർ. Australia, your moment of brilliance is finally here. At Malabar Gold and Diamonds, discover exquisite jewelry at the lowest making charges. Yes, you heard that right. The lowest making charges in Australia. Own responsibly sourced jewelry with complete transparency and 100% exchange value. Visit our showrooms in Sydney and Melbourne today. ഈ വർഷത്തെ ഹയർ സെക്കൻഡറിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയ കുട്ടികളെ കലാ ഓസ്ട്രേലിയ അവാർഡ് നൽകി ആദരിച്ചു. പഠന മികവിന്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് മെൽബണിൽ നടത്തിയ കുട്ടികൾക്കായുള്ള ആദരവാണ് ശ്രദ്ധേയമായത്. രാംഡേ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ കലയുടെ പ്രസിഡന്റ് ജോസ് എം ജോർജ് അധ്യക്ഷനായിരുന്നു. കലാരക്ഷാധികാരി ജോർജ് തോമസ്, വൈസ് പ്രസിഡന്റ് ജോജി ജോൺ, ജനറൽ സെക്രട്ടറി ജോജി കാഞ്ഞിരപ്പള്ളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് മദനൻ ചെല്ലപ്പൻ, റവറൻ ഫാദർ ജോബി ജോൺ, ഗിരീഷ് പിള്ള, ലാലു ചായൻ, ഷൈജുമോൻ കുന്നുമേൽ, ഉദയൻ വേലായുധൻ, നിഭാഷ് ശ്രീധരൻ, ബേസിൽ ജോസഫ്, സജി ജോസഫ് എന്നിവർ ടോപ്പേഴ്സ് അവാർഡുകൾ വിതരണം ചെയ്തു. പ്രവാസ ലോകത്ത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും തനിമ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയിൽ കേരളനാട് വായനശാല ഒരുങ്ങുന്നു. കോട്ടയം ചിങ്ങവനം സ്വദേശിയും എഴുത്തുകാരനുമായ സിജു ജേക്കബിന്റെ നേതൃത്വത്തിലാണ് സിഡ്നിക്ക് സമീപമുള്ള ആറിച്ചിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ഈ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഖലീൽ ജിബ്രാൻ സാഹിത്യ പുരസ്കാരം, ബഷീർ സഞ്ചാര സാഹിത്യ പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള സിജു ജേക്കബ് വിദേശത്ത് മലയാള പുസ്തകങ്ങൾ ലഭ്യമാക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. നാട്ടിൽ നിന്നും എത്തിച്ച ക്ലാസിക് കൃതികളും ബാലസാഹിത്യങ്ങളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ സാഹിത്യ സംഘടനയായ തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിത്യയുടെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ വായനശാല വരും തലമുറയ്ക്ക് മാതൃഭാഷയുടെ സൌന്ദര്യം പകർന്നു നൽകുവാൻ ലക്ഷ്യമിടുന്നുണ്ട്. വായനാ ദിനമായ ജൂൺ 19-ന് ഈ അക്ഷരക്കൂട് വായനക്കാർക്കായി ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.